അതായത് നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ കുറച്ച് എന്താ പറയുക ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഭയങ്കര നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ തോന്നും. പക്ഷെ റിയൽ ലൈഫിൽ അർച്ചു ഇച്ചിരി ഇൻട്രോവേർട്ടാണ്. എന്തിനാണാവോ പുറപ്പാട്. പിന്നെ പക്ഷെ ആള് ഭയങ്കര ഇന്റലിജന്റ് ആണ്, ഭയങ്കര വക്രബുദ്ധിയാണ്. കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. അപ്പൊ നീയോ? ഞാൻ നേരത്തെ ടൈപ്പല്ലോ. ദൈവമേ, ഇതൊക്കെ ട്രോളാവോ ദൈവമേ. എന്താടാ വെള്ളം പാനി. അപ്പം പിന്നെ എന്താ, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. പുറത്ത് കാണിക്കില്ലെങ്കിലും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. വിട്ടുകളയണം വിട്ടുകളയണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുകളയുന്ന ആളല്ല. മാട്രിമോണി പ്രൊഫൈൽ ഉണ്ടാക്കുന്നുണ്ട്. ചിരിക്കല്ലേ, വലിയ തമാശ കേട്ട മാതിരി. എന്തേലും പറഞ്ഞ അപ്പ എടുത്തോണ്ട് വരും. എന്താ റൊണാൾഡോ അർജന്റീനയിലാന്ന് അറിയാതെ ഞാനൊന്ന് പറഞ്ഞു പോയി. നല്ലത് പറയാനും പറ്റത്തില്ലെങ്കിൽ ഞാൻ കുറച്ച് കുറ്റം പറയാം. അയ്യോ, എന്തൊരു പഞ്ചഭാവം. ക്യാമറ ഇല്ലായിരുന്നെ കാണായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇത്രയും ഒക്കെ മീംസും ട്രോൾസും ഒക്കെ ആവും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അതെന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി വേരാ. ഊണ് കഴിച്ച കുറച്ചു നേരം ഇതെടുത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. അപ്പൊ ഇതൊക്കെ വന്നപ്പോ വിഷമം വന്നു, സന്തോഷം വന്നു. വിഷമിക്കുന്നത് നല്ല രസമല്ലേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.